വേണ്ടി പോവാണ്. 500 വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് പുതിനെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവരുടെ കുക്കറി ബുക്കെല്ലാം എടുത്ത് അവർ റെഡി ആയിട്ടിരിക്കുകയാണ് എഴുതിയെടുക്കാൻ വേണ്ടി. 1 കിലോ മട്ടൺ, സാധാരണ വീട്ടിൽ 1 കിലോ 2 കിലോയിലായിരിക്കും ഉണ്ടാക്കുന്നത്. 1 കിലോ മട്ടന്റെ അളവ് എങ്ങനെയാണ്, മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യേണ്ടതെന്ന് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാമോ? 3/4 കിലോ ചെറിയ ഉള്ളി. 3/4 കിലോ ചെറിയ ഉള്ളി. 1 കിലോ മട്ടനാണ്. ഒരു 3 ടീസ്പൂൺ പിരിയം മുളകിന്റെ പൊടി. 3 ടീസ്പൂൺ പിരിയൻ മുളകിന്റെ പൊടി. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഒരു 10 ഗ്രാം മസാല. 10 ഗ്രാം മസാല. 10 ഗ്രാം കുരുമുളക് പൊടി. 10 ഗ്രാം കുരുമുളക് പൊടി. പിന്നെ നമ്മുടെ പുതിന ഇല അത് പാകത്തിന്. ഇഞ്ചി, ഉപ്പും അതിന്റെ പാകത്തിന് ഉള്ള ഇത്. ശരി. ഇഞ്ചി ഒരു ചതച്ചത്. ഇഞ്ചി ചതച്ചത് ഒരു 25 ഗ്രാം. ഓക്കെ. ഇഞ്ചി. വെളുത്തുള്ളി ഒരു 2 ചെറിയ. ഓക്കെ, 2 വെളുത്തുള്ളി മതി, ഒരുവിധം ചെറുതായിട്ടുള്ളത്. എന്നിട്ട് അത് ഇതുപോലെ എണ്ണയുടെ ഇത് ബാക്കിയുള്ള എല്ലാം സെറ്റ് ചെയ്യുന്ന രീതി. എത്ര എണ്ണയാണ് ആദ്യം, എത്ര എണ്ണ ഒഴിക്കണം? ആദ്യമേ നമ്മൾ ഈ ഉള്ളി, നമ്മളിപ്പോൾ ആദ്യം ഉള്ളി വടി കാണിച്ചില്ലേ, അതേ ശൈലി തന്നെ നമ്മൾ ആ 3/4 കിലോ പിന്നെ ഇത് ചെറിയ ഉള്ളി ചതച്ചത് ഒരു 50 ഗ്രാം എണ്ണ ഒഴിച്ച് അതിനകത്ത് വഴട്ടിയെടുത്തിട്ട് നല്ലൊരു വരണ്ട് വരുമ്പോഴത്തേക്ക് ഇറച്ചി കഴുകി അതിനകത്ത് ഇടുക. പിന്നെ ആ മഞ്ഞപ്പൊടി അതിന്റെ ഭാഗത്തിന് ചേർക്കുക. ആ ഭാഗത്തിന് എല്ലാ വീട്ടന്മാർക്ക് അറിയാമല്ലോ, ഭാഗത്തിന് ചേർക്കുക. അതിന്റെ കണക്കിന് സമാസമം വെള്ളം, ഇറച്ചിയും മസാല നിൽക്കുന്ന സമാസമം വെള്ളം ചേർക്കുക. എന്നിട്ട് നമ്മൾ അത് വരുമ്പോൾ വരെ നമ്മൾ ഇളക്കി നല്ല സെറ്റാക്കുക. അതിനുശേഷം മസാലപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് ഇളക്കി സെറ്റാക്കി ഉപ്പും പാകത്തിനിട്ട് അത് മാറ്റി വെക്കുകയോ അതിന് മുമ്പായിട്ട് ഒരു 100 ഗ്രാം വെളിച്ചെണ്ണ അടപ്പ് വെച്ച്, 1 കിലോയ്ക്കാണ് 100 ഗ്രാം വെളിച്ചെണ്ണ അടപ്പ് വെച്ച് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ വെളുത്തുള്ളി ചതച്ചത് അതിനകത്ത് ഇടുക. അത് മൂത്ത് ചുമന്ന് വരുമ്പോഴത്തേക്ക് പിന്നെ കരിവേപ്പില ഇടുക. ഈ 3 ടീസ്പൂൺ മുളക് പൊടി അതിനകത്ത് ഇടുക. 1/4 ടീസ്പൂൺ. ഇതെല്ലാം പെട്ടെന്നായിരിക്കണം, എണ്ണ അല്ലെങ്കിൽ ഇറക്കി വെച്ചാൽ ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അത് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക. ഇളക്കി സെറ്റാക്കി അതിനകത്ത് നമ്മൾ ഇറച്ചി വേവിച്ചിറച്ചിക്കകത്തിടുക. ഇളക്കി സെറ്റാക്കി എടുക്കുക. അതേമാതിരി തന്നെ സെറ്റായി വരും. 36 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള പട്ടത്താന സുരേന്ദ്രൻ ചേട്ടനാണ് മട്ടൻ കറിയുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ വീട്ടിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കാൻ വേണ്ടി മറക്കരുത്. വീട്ടിൽ ട്രൈ ചെയ്യുക. ഇനി എന്താണ് ഇതിന്റെ ടേസ്റ്റ് എന്നുള്ളത് ഞാൻ കഴിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. കാരണം ഇവിടെ ഒരു ഗോതയിൽ ഇറങ്ങിയ അവസ്ഥയിലാണ് ഈ ടേസ്റ്റ് നോക്കുക എന്നുള്ളത്. കാരണം വലിയൊരു ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ചൂടേറിയ അവസ്ഥയിൽ ഇവരിൽ നിന്ന് കുക്ക് ചെയ്യുന്നത് വളരെയധികം സന്തോഷത്തോടെയാണ് കുക്ക് ചെയ്യുന്നത്. കാരണം ഇത് കഴിക്കുന്നത് സന്തോഷത്തോടെ ആഹാരം കഴിച്ചാൽ മാത്രമേ തൃപ്തി വരുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ സന്തോഷത്തോടെ തന്നെ കുക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ മട്ടൻ കറി ടേസ്റ്റ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. നമ്മുടെ സുരേന്ദ്രൻ ചേട്ടൻ വെച്ച മട്ടൻ കറി. പട്ടത്താനത്ത് സുരേന്ദ്രൻ ചേട്ടാ സൂപ്പറായിട്ടുണ്ട്. കാരണം ഗ്രേവിയും മട്ടൻ കറിയുടെ കാര്യം പറയാതിരിക്കാൻ വേണ്ടി വയ്യാം. ചൂടാണെങ്കിൽ ഈ ടേസ്റ്റ് കിട്ടുമ്പോൾ, എനിക്ക് കിട്ടുമ്പോൾ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യാം കേട്ടോ. 20